ബാല്യവും ശൈശവവും കൗമാരമെല്ലാം നമ്മൾ ഭയങ്കര ഇഷ്ടമല്ലേ? കൗമാരത്തിൽ നമ്മുടെ ആൺകുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. മീശ കളിക്കും, മീശ ചുരുട്ട. പെൺകുട്ടികൾക്ക് സാരി ഉടുത്ത് പൂവും വെച്ച് നല്ല അടിപൊളിയായിട്ട് കേരളീയ വസ്ത്രം ധരിച്ച് നടക്കാം. പക്ഷേ നമ്മൾ വളർച്ചയോട് നമ്മൾ ഇഷ്ടപ്പെടുമ്പോൾ ആ വളർച്ചയെ വേറെ രാജ്യങ്ങളിൽ, അതായത് ആഫ്രിക്ക പോലുള്ള രാജ്യങ്ങളിൽ കുറച്ചു പേർ പേടിയോടെയാണ് കാണുന്നത്. ആഫ്രിക്കയിലുള്ള വളരെ കുറച്ചു പേർക്ക് തൻ്റെ പെൺമക്കൾക്ക് 10 വയസ്സാകുന്നത് അവിടുത്തെ അമ്മമാർ പേടിയോടെ കാണുന്നു. അവിടുത്തെ കുട്ടികളും 10 വയസ്സ് ആവല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്താണെന്നറിയട്ടെ, അവിടുത്തെ ആഫ്രിക്കയിലുള്ള കുറച്ചു പേർ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് 10 വയസ്സ് ആകുമ്പോൾ സ്ഥാനവളർച്ച ഉണ്ടാകും എന്ന് കരുതി അമ്മിക്കല്ലോ ഉരകല്ലോ കമ്പിയോ ചുറ്റികയോ എന്ന് വേണ്ട ഏതെങ്കിലും ഉപയോഗിച്ച് ചുട്ടുപഴിപ്പിച്ച് ആ സ്ഥലത്തിൻ്റെ മേളിൽ വെച്ച് ആ സ്ഥാനവളർച്ച ഇല്ലാണ്ടാക്കുന്നു. അതിന് പറയുന്ന പേരാണ് ബ്രസ്റ്റ് അയണിങ് അല്ലെങ്കിൽ ബ്രസ്റ്റ് ഫ്ലാറ്ററിങ്. തൻ്റെ മക്കളെ സ്ഥാനവളർച്ച കണ്ട് അവിടുത്തെ ആൺകുട്ടികൾ അകൃഷ്ടരാവാതിരിക്കാൻ, അവരെ തട്ടിക്കൊണ്ടുപോയി ഗർഭധാരണം നടത്താതിരിക്കാൻ, എന്നിട്ട് ഗർഭിണിയാക്കി കൊണ്ട് കളയാതിരിക്കാൻ ആ കുട്ടികളെ സംരക്ഷിക്കുകയാണെന്നാണ് ആ അമ്മമാർ പറയുന്നത്. അത്രയും ദിവസം, 1 ദിവസമോ 2 ദിവസമോ എടുത്തല്ല സ്ഥാനവളർച്ച പഠിപ്പിക്കുന്നത്, ഇല്ലാതാക്കുന്നത്. അത് കുറേ ദിവസം പിടിക്കും. അത്രയും ദിവസം അതീവ രഹസ്യത്തോടെയാണ് ഈ കൊടും ക്രൂരത അവിടെ ചെയ്യുന്നത്. എന്നാൽ ആ വീട്ടിൽ താമസിക്കുന്ന ആണുങ്ങൾക്ക് പോലും ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. അവിടെയുള്ള അമ്മമാർ മാത്രമാണ് ഇതിനുള്ള എല്ലാം ചെയ്യുന്നത്. ഞാൻ കണ്ടു ഇങ്ങനെ സ്ഥാനവളർച്ച മുരടിപ്പിച്ച കുഞ്ഞുങ്ങളെ, ആണും അല്ല പെണ്ണും അല്ല. അവർ വിചാരിക്കുന്ന ഈ സ്ഥാനവളർച്ച കുറച്ചാൽ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആണുങ്ങൾ വന്ന് അവരെ തട്ടിക്കൊണ്ടുപോയി ലൈംഗിക അടിമയാക്കത്തില്ലെന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ അത്ര അക്ഷരാഭ്യാസം അത്ര ഉള്ളായിരിക്കും. ഞാനതിന് ക്രൂരതയെന്ന് പറയും. എന്തായാലും അവിടെ നിന്ന് നമ്മൾ ജനിക്കാൻ ഭാഗ്യമായിരിക്കും. നമ്മുടെ കേരളത്തിൽ ജനിച്ചത് വലിയ ഭാഗ്യം ഇല്ലേ? അപ്പോൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഞാൻ ഇങ്ങനെ എത്ര പുതിയ വീഡിയോ നിങ്ങൾക്ക് കൊണ്ട് തരുന്നേ. ചിലവർ യൂട്യൂബ് തുടങ്ങുന്നത് ഫാഷനായിരിക്കാം, ചിലവർ തൻ്റെ കഴിവുകൾ പ്രകടിപ്പിക്കാനായിരിക്കാം, ചിലവർ അതിൽ നിന്ന് കിട്ടുന്നതെടുത്ത് ഉപജീവനം നടത്താനായിരിക്കും. ഞാൻ ആ ഗണത്തിൽപ്പെട്ടതാണ് കേട്ടോ. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ പെട്ടെന്ന് ചേച്ചിക്ക് 4000 വാച്ച് അവർ ഉണ്ടാക്കി തരണം. സബ്സ്ക്രൈബ് നിങ്ങളാക്കി തന്നതുപോലെ തന്നെ വാച്ച് അവർ ആക്കി തരണം. എന്നാലേ ചേച്ചി ഇനി നന്ദി പറയാൻ വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ പോയിട്ട് വരാം, പുതിയൊരു വീഡിയോ കൊണ്ട് വരാം. എപ്പോൾ വീഡിയോ ചൂടോടെ കിട്ടുന്നു അപ്പോൾ ചേച്ചി നിൽക്കുന്ന വേഷത്തിൽ ചേച്ചി വന്നങ്ങ് പറഞ്ഞു തരും. അതാണ് ചേച്ചിയുടെ കാര്യം കേട്ടോ. പോയിട്ട് വരാം. ബൈ.